ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനോഹർ പോയിരുന്ന് പെണ്ണിന്റെ വീട്ടുകാരുമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ അവരുടെ മൂത്ത മോള് മേഘനയുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മോൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു ഭർത്താവെങ്കിലും ഉണ്ട്. ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടും വിധവയെ പോലെ കഴിയുന്ന മകളെ കാണാനാ നിങ്ങളുടെ യോഗം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തെ മനു ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അവരാണെങ്കിൽ ഇത്രയും നല്ലൊരു മകനെ കിട്ടിയത് ഭാഗ്യമാണ്, മഹാഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണേ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രൂപയാണ്. രൂപ ഇങ്ങനെ ഫോണിൽ വിളിക്കുന്നു, സംസാരിക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് ഫോൺ ഇങ്ങ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത്. വന്ന് വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ശാരിയെ കണ്ടപ്പോഴേക്കും രൂപ ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. തകർന്നു വന്ന് നിൽക്കുക ശാരി. ഞാനും എൻ്റെ ഭർത്താവും മക്കളും തമ്മിൽ ആത്മാർത്ഥമായിട്ട് ഒന്നിച്ചെന്ന് നീ നിന്റെ ഭർത്താവിനോടും മോളോടും പറയാനിരുന്നതല്ലേ എന്ന് രൂപ ചോദിച്ചപ്പം ശാരി തകർന്ന് നിൽക്കുക. ഞാൻ തോറ്റുപോയി രൂപയെ, തോറ്റുപോയി എന്ന് പറഞ്ഞുകൊണ്ട് രൂപയുടെ കാലു പിടിച്ച് മാപ്പ് പറയുവാണ് ഈ പറയുന്നത് നമ്മുടെ ശാരി. അപ്പോൾ നിങ്ങൾ തോറ്റിട്ട് വർഷം കുറേ ആയെന്ന് രൂപ ശാരിയോട് പറയണു. നീ സരയുവിനെ പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ നിന്റെ ഭർത്താവെന്ന് പറയുന്നവൻ കള്ളക്കഥകൾ ഉണ്ടാക്കി എൻ്റെ ചന്ദ്രേട്ടൻ താരയുമായി ബന്ധമുണ്ടാക്കി എന്ന് പറഞ്ഞ് നമ്മളെ എല്ലാവരും വിശ്വസിപ്പിച്ചു. അത് കേട്ട് വിശ്വസിക്കാതെ ഞാൻ വന്നപ്പോൾ എൻ്റെ ഏട്ടനെന്ന് പറയുന്നവൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു താരയുടെ വീട്ടിലെ സംസാരം. അതിലൂടെയാണ് ഞാനത് വിശ്വസിച്ചതും എൻ്റെ ചന്ദ്രേട്ടനെ ആട്ടി ഇറക്കി വിട്ടത്. ഇതൊക്കെ അപ്പോൾ ഇതെല്ലാം കേട്ടതും കണ്ടതുമായ കാര്യങ്ങളെല്ലാം ശാരിയോട് നമ്മുടെ രൂപ പറയാം. നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. എൻ്റെ അംഗങ്ങളെ അന്ധമായി വിശ്വസിച്ചവളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞത് സത്യമായിരിക്കും എന്നെനിക്ക് തോന്നിയെന്നും, എന്നാൽ താരയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ അവനായിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, നീയും അറിഞ്ഞില്ലെന്നുള്ള കാര്യം രൂപ ശാരിയോട് പറയണു. അത് കേട്ടപ്പോൾ എന്നാലും അയാൾ എന്നെ ഇതുപോലെ ചതിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്ന് പറഞ്ഞ ശാരി. സത്യത്തിൽ ആർക്കാടി വിഷം തന്ന് കൊല്ലേണ്ടതെന്ന് രൂപ ശാരിയോട് ചോദിക്കാം. നിന്നെ ഇത്രയും കാലം ഞാൻ നിന്നെ ഏട്ടത്തിയെന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, ഏട്ടത്തിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇനി അതുണ്ടാകില്ല എന്ന് ശാരിയോട് നമ്മുടെ രൂപ പറയണു. ആട്ടി ഓടിക്കുകയാണ് നമ്മുടെ രൂപ. ശരിക്കും ഏതാണ്ട് സമപ്രായക്കാരാണ് നമ്മൾ, അതുകൊണ്ട് നിന്നെ ഞാൻ ഇനി പേരെടുത്തേ വിളിക്കൂ, അതിനെ നിനക്ക് അർഹതയുള്ളൂ എന്ന് പറഞ്ഞ രൂപ ഇങ്ങനെ പറഞ്ഞപ്പം നീ എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോ രൂപ, എന്ത് വേണമെങ്കിലും വിളിച്ചോ, എനിക്കതിൽ സങ്കടവും ദേഷ്യവും സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അയാളുടെ തലമണ്ട അടിച്ച് പൊട്ടിച്ചതെന്ന് പറഞ്ഞപ്പം അങ്ങനെ ഇഞ്ചിഞ്ചായി അയാളെ കൊന്നാൽ മതിയെന്നും അല്ലാതെ ഒറ്റയടിക്ക് അയാളെ കൊല്ലണ്ടെന്നും രൂപ ശാരിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അയാളെ കാത്തിരിക്കുന്നത് നരകതുല്യമായ ഒരു ജീവിതമാണെന്നും പറഞ്ഞ് അത് അയാൾ അനുഭവിച്ച് തന്നെ തീരണമെന്നും പറഞ്ഞു കൊടുക്കുമ്പോൾ ശാരിയെ സമ്മതിക്കാം. ശരിക്കും നീയും നിന്റെ മകളും ഭർത്താവും കുടുംബജീവിതം ആസ്വദിക്കുമ്പോൾ എനിക്കതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ എന്ന് നമ്മുടെ രൂപ ചോദിക്കുവാണ്. 10-25 കൊല്ലം എൻ്റെ കുട്ടികളുടെ അച്ഛനെ അകറ്റി നിർത്തിയില്ലേ എന്ന് ചോദിച്ചു. ഇതിനൊക്കെ ശാരിക്കും എല്ലാം പറയാനുണ്ടോ? അദ്ദേഹം അവസാനം നാട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ സ്നേഹിച്ചതിൻ്റെ പേരിൽ എൻ്റെ മക്കളെ പോലും ഞാൻ മാറ്റി നിർത്തിയില്ലേ? അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ലേ എന്ന് ചോദിച്ചു. മരുമകളെ മാറ്റി നിർത്തിയില്ലേ? ഇനി അവരൊക്കെ എനിക്ക് എൻ്റെ അരികിൽ നിർത്തണം, ഇനിയെങ്കിലും എനിക്ക് ജീവിക്കണം, അവരുടെയൊക്കെ സ്നേഹം എനിക്ക് പിടിച്ചു പറ്റണം, എനിക്ക് വേണം. ഇതറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആങ്ങളെന്ന് പറയുന്നവൻ എത്ര അവസ്ഥയിലാണെങ്കിലും എന്നെയും എൻ്റെ കുടുംബത്തെയും തകർക്കാൻ നോക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അറിഞ്ഞ സത്യങ്ങൾ നീ മനസ്സിൽ തന്നെ വെച്ചേക്കണം, പറയരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു കാരണവശാലും എൻ്റെ സരയുമോൾ ഈ സത്യങ്ങളൊന്നും അറിയരുത്. അവളുടെ അമ്മ അത് താരയാണെന്നുള്ളത് ഞാൻ എല്ലാം ചെയ്തോളാം, നിങ്ങൾ പറയുന്നത് മുഴുവൻ അനുസരിച്ചോളാം. എനിക്കിനി അവൾ എൻ്റെ മോളല്ലെന്ന് കരുതാൻ പറ്റില്ല രൂപയെന്ന് പറഞ്ഞ് ശാരി കരയണം. അവൾക്കും അത് അങ്ങനെ തന്നെയാണെന്നും പറഞ്ഞു. അന്ന് എൻ്റെ ആങ്ങളെന്ന് പറയുന്നവൻ ഇങ്ങനെയൊരു ചതി ചെയ്തില്ലായിരുന്നെങ്കിൽ താരയുടെ മകളായി സരയു വളർന്നേനെ, അവള് നന്മയുള്ളൊരു കുട്ടിയായി മാറിയേനെ. ഇപ്പൊ എല്ലാം പോയില്ലേ, നശിച്ചില്ലേ എല്ലാം, ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ടവളായി മാറിയില്ലേ അവളെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ആകെ സമനില തെറ്റി നടക്കും, എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കൽ കൂടി അയാളെ എന്നിട്ട് മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അയാൾക്ക് ഷോക്ക് കൊടുക്കുക, അങ്ങനെയെങ്കിലും അയാൾ ചെയ്തതിനൊക്കെ ഒരു പരിഹാരമാവട്ടെ എന്നൊക്കെ പറഞ്ഞു. ഒരു കാരണവശാലും അയാൾ ഇനി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരരുതെന്നും നമ്മുടെ രൂപ ശാരിയോട് പറയണം. അങ്ങനെ നമ്മുടെ രൂപയും ശാരിയൊക്കെ ഒറ്റക്കെട്ടാവുകയാണ് രാഹുലിന് തകർക്കാൻ. അയാൾ ഭ്രാന്തനായി റോഡിലൂടെ അലയണം, അതെനിക്ക് കാണണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ
ഇത്രയും കാലം എൻ്റെ ഏട്ടനെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു. അവൻ്റെ ചിറകിനുള്ളിൽ ഒളിക്കാനാ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്, ഞാൻ ജീവിച്ചിട്ടുള്ളത്. എനിക്കൊരു ഭർത്താവ് ഉണ്ടായതിനു ശേഷവും അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചത് ആങ്ങളെ എന്ന നിലയിൽ അവനെയാണ്. അവനാണ് എന്നെ ചതിച്ചത്. ഒരിക്കലും അവനെ വിട്ട് ഞാൻ സംസാരിച്ചിട്ടേയില്ല. ഒരടിമയെ പോലെ ഞാൻ അവൻ പറയുന്നതൊക്കെ കേട്ട് അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അന്നൊക്കെ എന്നെ അവൻ സ്നേഹിച്ചത് എന്തിനാണെന്നറിയോ? ഈ സ്വത്തിന് വേണ്ടി. എനിക്ക് നന്നായിട്ട് അറിയാതെ. നിനക്കെല്ലാം അറിയാവുന്നതാണല്ലോ, ഞാനൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. 25 വർഷം മരിച്ചാടി എൻ്റെ ചന്ദ്രേട്ടൻ രാജ്യത്തിന് പുറത്ത് ജീവിച്ചത്. എന്നിട്ടിപ്പോ 55 വയസ്സായപ്പോഴാണ് വീണ്ടും ഒന്നിച്ച് ജീവിക്കാനുള്ള ഭാഗ്യമുണ്ടായതെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ രൂപ ഇങ്ങനെ പറയുന്നുണ്ട്. ശാരിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു സ്ത്രീയും ഇത്രയധികമൊന്നും അനുഭവിച്ചിട്ടുണ്ടാവില്ല എന്നും ഒരു ഭർത്താവും ഇതുപോലെ തെറ്റ് ചെയ്യാതെ ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും അകന്ന് കഴിയേണ്ടി വന്നിട്ടുമില്ല എന്നും പറഞ്ഞു. ശാരി ഇതെല്ലാം കരഞ്ഞോട് നിന്ന് കേൾക്കുക. നീ ആയിരുന്നില്ല അവൻ്റെ തലമുറ അടിച്ചു പൊട്ടിക്കേണ്ടിയിരുന്നത്, ഞാനായിരുന്നു എന്നും രൂപ പല തവണ വിഷം കൊടുത്ത് കൊല്ലാനൊന്നും കരുതിയതാ. എൻ്റെ ഭർത്താവും മക്കളും മരുമോളും പറഞ്ഞു ഞാനത് ചെയ്യാൻ പാടില്ല എന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതൊന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ഇനി അയാളുടെ ഏറ്റവും വലിയ ശത്രു ഞാനാണെന്ന് നമ്മുടെ ശാരി നേരം പറഞ്ഞു. അയാൾ അറിയാതെ തന്നെ അയാളെ ഞാൻ കൊല്ലും, അതിനൊരു മാറ്റവും ഇല്ലെന്ന് പറഞ്ഞ് നമ്മുടെ ശാരി അവിടെ നിന്ന് അങ്ങ് പോകുക. നീ കാത്തിരുന്ന് കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞിട്ട് നമ്മുടെ ശാരി അങ്ങ് പോയി രൂപ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന പ്രകാശനെ അവിടെ കിടക്കുമ്പോൾ അമ്മ മരുന്നുമായിട്ട് ചെല്ലുക മോന് കുടിക്കാൻ ചായയും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മേ എത്ര ദിവസം എന്ന് പറഞ്ഞാൽ അമ്മ ഇങ്ങനെ കിടക്കുന്നേ, അവനിപ്പോൾ എന്ത് ചെയ്യുമായിരിക്കും അമ്മേ എന്നൊക്കെ ഇങ്ങനെ മകനെക്കുറിച്ച്. എനിക്ക് അവനെ പോയത് കാണണോ അമ്മയെന്ന് പറഞ്ഞപ്പോൾ അവനെ പോയി കണ്ടാൽ ശരിയാവില്ലട മക്കളെ എന്ന് പറഞ്ഞു. അമ്മേ അവൻ ഇപ്പം ജയിലിലല്ലേ അമ്മേ, പുറത്ത് ഇറങ്ങിക്കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളൂ അമ്മേ, അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. എടാ അവിടം വരെ എനിക്കൊന്ന് വരണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ നടന്നു പോകാനൊന്നുമുള്ള ആവത് എനിക്കില്ല എന്ന് പറഞ്ഞു. അല്ല അമ്മേ, ഞാൻ ആ ബാലണനോടൊന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങേരെ ഒരു വണ്ടിയിൽ ജയിലിൽ എന്നെ കൊണ്ടുവിട്ടോളും, പിന്നെ അവരെ കണ്ടതിന് ശേഷം വല്ല ഓട്ടോയിലോ അല്ലെങ്കിൽ നടന്നു ഞാൻ തിരിച്ചു വന്നോളാം എന്ന് പറഞ്ഞു. എടാ മക്കളെ, രാവിലെ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് ഞാൻ ജോലിക്ക് പോയിക്കോളാം, നാളെ തൊട്ട് ചെല്ലാനാണ് സരയു എന്നോട് പറഞ്ഞിരിക്കണമെന്നും പറഞ്ഞ് മകനോട് അമ്മ പറയണു. പിന്നെ വൈകിട്ട് വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാം നിങ്ങനെയൊക്കെ കഴിക്കാനായിട്ട്. അപ്പം പിന്നെ വലിയ ചിലവൊന്നും ഇല്ലാതെ നമുക്ക് ജീവിച്ച് പോകാം. പിന്നെ മാസാമാസം എന്തെങ്കിലുമൊക്കെ കിട്ടത്തില്ലയോ, അതും മതി മരുന്ന് വാങ്ങിക്കാനും തൽക്കാലം നമുക്ക് ജീവിക്കാനും എന്നൊക്കെ അമ്മ മകനോട് പറയണു. എന്തായാലും ഒരു 2-3 മാസത്തേക്ക് നീ എങ്ങോട്ടും പോവണ്ട, എല്ലാം ഒന്ന് റെഡി ആയിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയും മോനും കൂടി ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കല്യാണിയെക്കുറിച്ചുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ദീപയോടുള്ള ആ ഒരു കലിപ്പൊക്കെ പ്രകാശൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അവളെ കൊല്ലാനുള്ള കലിയുണ്ട് എനിക്ക്, ആ കലി എനിക്ക് ഒരിക്കലും പോവത്തില്ല. അതുപോലെ തന്നെയാണ് എൻ്റെ ആ മോൻ്റെ ആദ്യ ഭാര്യ സോണി എന്ന് പറയുന്നവളോട്. അവൾ എന്തൊക്കെയാ അവനോട് കാണിച്ചേ? അവള് സ്വാതി എന്ന് പറയുന്ന ഒരുത്തിയോട് കള്ളം പറയിച്ച് എൻ്റെ മോനെ കൊണ്ട് കല്യാണം വരെ കഴിക്കാൻ ശ്രമിച്ചില്ലേ, എന്നിട്ടത് മുടക്കിയില്ലേ? അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റുമോ അമ്മേ? എനിക്കതൊന്നും മറക്കാൻ പറ്റില്ല. ഇവളുമാരൊന്നും എന്നോട് ചെയ്ത് ഞാൻ മറക്കില്ല, പ്രകാശനും മറക്കാൻ പറ്റില്ല. അപ്പം നീ ഒരു കാര്യം നീ മനസ്സിലാക്കണം പ്രകാശ, നീ ഇങ്ങനെ വൈരാഗ്യം മനസ്സ് വെച്ച് നടക്കരുത്. ഞാനും നീയും കൂടി കല്യാണിയെ വയറ്റിലുണ്ടായിരുന്ന സമയത്ത് അവളുടെ ഉള്ളിൽ വിഷം കൊടുത്തതാ കൊച്ചിനെ കൊല്ലാനായിട്ട്. നിനക്കറിയാലോ, അങ്ങനെയാണ് അവളുടെ ശബ്ദം പോയത്. അതിനി ആര് അല്ലെന്ന് പറഞ്ഞാലും അത് തന്നെയാണ് സത്യം. എന്നിട്ട് കല്യാണി ജനിച്ചില്ലേ, അവൾ വളർന്നില്ലേ, ഇപ്പം അവൾ ജീവിക്കുന്നില്ലേ, പടർന്നു പന്തളിച്ചില്ലേ? ദൈവം അവളുടെ കൂടെയാണ്. ഇതോടുകൂടി നിനക്ക് മനസ്സിലായില്ലേ? ദൈവം പോലും നമ്മുടെ കൂടെ ഇല്ല പ്രകാശ, നീ അത് മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ മാറാത്തത് നമ്മുടെ കയ്യിലെ കുഴപ്പങ്ങൾ കൊണ്ടാണെന്ന് അമ്മ മകന് പറഞ്ഞു കൊടുക്കുമ്പോൾ അമ്മ തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? തീർന്നോ? അമ്മയ്ക്ക് പറയാനുള്ളതൊക്കെ തീർന്നോ? നമ്മൾ ഈ ഗതിയിൽ ആക്കിയവരോടുള്ള വിദ്വേഷമൊക്കെ അമ്മയ്ക്ക് തീർന്നോ? അമ്മയ്ക്ക് തീരുമായിരിക്കും, പക്ഷെ എനിക്ക് തീരില്ല അമ്മേ. അവക്കടെ അവസാനം കാണാതെ എനിക്ക് സമാധാനം ഉണ്ടാവില്ലെന്നും പറഞ്ഞു പ്രകാശൻ ഇങ്ങനെ അവിടെ ഇരിക്കാം. അത് കഴിഞ്ഞ് പ്രകാശൻ നേരെ വിക്രത്തെ കാണാനായിട്ട് ജയിലിൽ ചെന്നു. മോനെ കണ്ടപ്പോഴത്തേക്കും അച്ഛൻ്റെ നെഞ്ചു പൊട്ടി, അച്ഛനെ കണ്ടപ്പോഴത്തേക്കും മോൻ്റെ നെഞ്ചു പൊട്ടി. അച്ഛാ മോനെ എന്നൊക്കെ പറഞ്ഞ് വിളിയും. അങ്ങനെ ഭയങ്കര ഒരു ഇതിൽ ചെല്ലുന്നു. ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ മോൻ്റെ മുഖത്ത് ഈ ചതവും പാടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് മക്കളെ ഇത്, നിന്റെ മുഖത്ത് മുഴുവൻ പാടാണല്ലോടാ, രക്തമൊക്കെ ഒഴുകുന്നുണ്ടല്ലോടാ, എന്താണ് പറ്റിയേ എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛൻ ഭയങ്കര സ്നേഹപ്രകടനം. നിന്നെ ആരെങ്കിലും ഇവിടെ തല്ലിയോടാ, ആരെങ്കിലും തല്ലിയോ? അപ്പോൾ വരുന്നവരും പോകുന്നവരൊക്കെ എന്നെ തല്ലുവാണെന്ന് വിക്രം നേരം പറഞ്ഞു. അപ്പോൾ അവർ തലാൻ ഏൽപ്പിച്ചു വിട്ടേക്കുവാണെന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആര്, വേറെ ആരാ, അച്ഛൻ്റെ 2ാമത്തെ മകള് അവിടെ ആ കല്യാണി.
നമുക്ക് ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, വലിയ സ്വാധീനവും പണവും ഒക്കെ ഉണ്ട്, അപ്പോൾ പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യത്തില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛനിപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ എന്തിനാടാ, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് ജീവിതം എന്ന് പറയുന്നില്ല, നിന്നെ കാണാൻ തോന്നുന്ന ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടിക്കതച്ച് വന്നത് എന്നും പറഞ്ഞു പ്രകാശം പറയാട്ടോ. എന്നാലും നിന്നെ ദ്രോഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അച്ഛനത് സഹിക്കാൻ പറ്റുന്നില്ലടാ മക്കളെ. അപ്പം എങ്ങനെ വേണമെങ്കിലും എന്നെ ദ്രോഹിച്ചോട്ടെ, ജയിലിൽ കയറി ആർപ്പോ മാറിയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് വിക്രം അച്ഛനോട് ചോദിക്കുന്നു. ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒന്നിനെയും ഞാൻ വെറുതെ വിടത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് വിക്രം അച്ഛനോട് പറയുക. എൻ്റെ മനസ്സിൽ പ്രതികാരത്തിൻ്റെ കനലുണ്ട്, എല്ലാത്തിനും ഞാൻ തീർക്കും, ഒന്നിനെയും ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുക. ഇനി ജയിലിൽ ഇറങ്ങിയിട്ട് നീ എന്തിനാടാ പോകുന്നത്, കൊല്ലാനോ, ഇനി അടുത്തത് കൊലയാളി എന്നുള്ള പേര് കേൾക്കാനാണോടാ അന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്നു അച്ഛൻ. എടാ നിന്നെ ഞാൻ അതിനാണോടാ വളർത്തിയതെന്നൊക്കെ ചോദിച്ചു. നീ ഒന്നും ചെയ്യണ്ട, നിന്റെ കാര്യങ്ങൾ നീ എന്നോട് പറഞ്ഞാൽ മതി, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം, അതല്ല നീ ഇനിയും ഒരു കുറ്റവാളിയാകരുതെന്ന് പറഞ്ഞു. അമ്മമ്മ രാഹുലിൻ്റെ വീട്ടിൽ ജോലിക്ക് പോവുക ഇപ്പോൾ കുടുംബം പോറ്റാനായിട്ടെന്ന് പറഞ്ഞപ്പം അവർ കല്യാണിയുടെ അയൽക്കാരല്ലേ എന്ന് ചോദിച്ചു. അതെ, അപ്പം കണ്ട് രസിക്കാമല്ലോ, വയസ്സാം കാലത്ത് എൻ്റെ അമ്മ പോയി പണിയെടുക്കുന്നതും ഞാൻ ഇങ്ങനെ കിടക്കുന്നതൊക്കെ കണ്ട് അവൾക്കൊക്കെ രസിക്കാമല്ലോ. നമ്മുടെ ജീവിതം അധംപതിച്ചു പോയടാ മോനെ, അധംപതിച്ചു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ കരയുന്നു. മോനാണെങ്കിൽ ഇങ്ങനെ ആകെ വട്ടും കയറി ഇങ്ങനെ അവിടെ നിന്ന് ഓരോ ഗോഷ്ഠിയൊക്കെ കാണിക്കാം. ഇനി നമുക്ക് ഒന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അച്ഛാ, നമ്മുടെ ജീവിതം എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയവരെ അല്ല അച്ഛാ, നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തിയവരെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല അച്ഛാ. അപ്പോൾ അവരിപ്പോൾ ഇത്രയും കയറി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? സ്വാധീനമുണ്ട്, പണമുണ്ട്, പത്രാസുണ്ട്, അതുകൊണ്ടാടാ. നിന്നെ അകത്ത് വെച്ച് തല്ലിക്കുന്നതാരാ? അവളാണെന്നല്ലേ നീ പറഞ്ഞത്? എങ്ങനെ തല്ലിക്കാൻ പറ്റും? അകത്തുള്ള ഒരുത്തനെ പൈസ ഉള്ളത് കൊണ്ട് കയ്യിലെടുക്കുന്നതാണ്. അപ്പോൾ തല്ല് കൊള്ളുന്നോറും വീര്യം കൂടുവച്ചാ. എൻ്റെ അച്ഛൻ വിഷമിക്കണ്ട, എൻ്റെ മുന്നിൽ രാജകുമാരിയെ പോലെ കല്യാണി ജീവിപ്പിക്കില്ല ഞാൻ എഴുതുന്ന ഇറങ്ങിക്കോട്ടെ, അവളെ ഞാൻ തീർക്കും ഞാനെന്നൊക്കെ പറഞ്ഞു. എടാ മോനെ, നീ ഇങ്ങനെ കാണിക്കല്ലേടാ, അച്ഛൻ ചെയ്തോളാം അത്, എനിക്ക് ഒന്നല്ലേടാ ഉള്ളൂ, നിന്നെ ഞാൻ ഇനി വിട്ടുകൊടുക്കില്ല, ആർക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. നീ എങ്ങനെയെങ്കിലും പുറത്തു വരും, നിന്നെ ഞാൻ പുറത്ത് കൊണ്ടുവരും, ഏതു മാർഗത്തിലൂടെയും ആരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാൻ നിന്നെ പുറത്ത് കൊണ്ടുവരും. എൻ്റെ പൊന്നുമോൻ വിഷമിക്കല്ലേ, പക്ഷേ അവളെ ഞാൻ വെറുതെ വിടില്ല, അവളെ ഞാൻ തന്നെ ഇല്ലാതാക്കുമെന്നും പറഞ്ഞ് അച്ഛൻ മോന് കുറേ വാക്കൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുക. അച്ഛനും മോന് ഭയങ്കര കരച്ചിൽ. അങ്ങനെ അച്ഛനങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും വിക്രമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ണുനീരും തുടച്ച് അച്ഛനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. കാരണം അവൻ്റെ ഉള്ളിൽ അച്ഛനെന്നോ അമ്മയെന്നോ ഇങ്ങനെ ഒന്നുമില്ല, അവൻ്റെ നേട്ടം മാത്രം. ആ ഒരു രീതിയിലുള്ള ചിന്താഗതിക്കാരനായതുകൊണ്ട് അച്ഛനെ ജയിലിൽ കയറ്റിയിട്ടാണെങ്കിലും അവന് രക്ഷപ്പെടണം എന്നുള്ള ഒരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ അടിപൊളി എപ്പിസോഡ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും നന്ദി.